ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ ഓയിൽ തീർന്നിട്ട് പിസ്റ്റൺ പിടിച്ചിരുന്നു. അപ്പോൾ നിലവിൽ അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. കംപ്ലയിൻസിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്താ പറ്റിയാണെന്നുള്ള ദിവസം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്ക് ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ച് വണ്ടി നിന്ന് പോയി. അത് നിൽക്കല്ല, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിന്നുണ്ടായില്ല. നല്ല ശബ്ദ വ്യത്യാസത്തോടു കൂടിയിട്ടാണ് വണ്ടി വന്നത്. കാരണം അത് ആ കണ്ടീഷനിൽ ഓടിയിരുന്നെങ്കിൽ കൂടി ഒന്ന് 2 കിലോമീറ്റർ ഓടിയാൽ പോലും നമുക്കത് ഓഫായി പോകുന്ന സിറ്റുവേഷനിലേക്ക് എത്തുമായിരുന്നു. സിലിണ്ടറിൻ്റെ പിസ്റ്റണിൻ്റെ അവസ്ഥ ഇതാണ്. പിസ്റ്റൺ സിലിണ്ടറിനകത്ത് നല്ല രീതിയിൽ ഉരുകി പിടിച്ചേക്കാണ്. അതായത് ഒരു തരി ഓയിലില്ലാതെ ആയിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഇത് പിസ്റ്റണിൻ്റെ അവസ്ഥ. സിലിണ്ടറിനകത്ത് പറ്റിയാണെന്ന് വെച്ചാൽ സിലിണ്ടറിനകത്ത് ഇവിടെ നോക്കുമ്പോൾ അറിയാം, പിസ്റ്റൺ സിലിണ്ടറിൻ്റെ അതിൻ്റെ ഫുള്ള് ആ ബോറ് ഫുള്ള് ഡാമേജ് വരുത്തിയേക്കാം. ഈ ഭാഗത്തൊക്കെയായാലും അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. കാരണം ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ആ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചാൽ അപ്പം തന്നെ പുകയുടെ പ്രോബ്ലം കാണിക്കണം. അതിൻ്റെയാണ്. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നാണ് ഈ കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ സംഭവിച്ചാൽ കേസ് എന്ന് വെച്ചാൽ ഈ ഓയിൽ തീർന്ന് ഓടുമ്പോൾ സംഭവിക്കാതെ ഹെഡിൻ്റെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്തൊക്കെ പെട്ടെന്ന് ഓവറായിട്ട് ഹീറ്റിങ് വരും, ചൂട് വരും. തന്നെയല്ല ലൂബ്രിക്കേഷനും കിട്ടാണ്ടാകുമ്പോൾ പെട്ടെന്ന് മെറ്റൽ പാർട്സ് ഡാമേജ് വരും. അതിനകത്ത് ഇപ്പോൾ നിലവിലിപ്പോൾ സിലിണ്ടർ പിസ്റ്റണാണ് കംപ്ലയിൻ്റ് എങ്കിൽ പോലും നമുക്കിതിവിടെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടല്ലോ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡ് എന്ന് പറയുന്ന യൂണിറ്റാണത്. അവിടെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ക്ലിയർ ചെയ്യാതെ കൊണ്ട് ഇതുമേക്ക് ഈ സിലിണ്ടർ പിസ്റ്റൺ മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം വണ്ടി സ്റ്റാർട്ടായ വണ്ടി ഓടിയെന്ന് കരുതാം. ഈ സംഭവം ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ തീർന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം സ്ക്രാച്ചസ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് പുറമേ നിന്നും അറിയാൻ പറ്റില്ല. അതിനകത്ത് ഇതേപോലെ സ്ക്രാച്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ കംപ്ലൈൻറ്റ് കാണിച്ചെങ്കിൽ പോലും കുറച്ച് നാൾ ഓടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡാമേജ് ഇപ്പോൾ ഓൾറെഡി ഡാമേജ് വന്നിരിക്കണമെങ്കിൽ പിന്നീടുള്ള കംപ്ലയിൻറ്റ്സ് പെട്ടെന്നായിരിക്കും വരാം. അതിപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് നമ്മൾ 1-2 മാസത്തിനുള്ളിലൊക്കെ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് വന്നേക്കാം. ചിലപ്പോൾ കംപ്ലയിൻറ്റ് ഇല്ലാതെ കൊണ്ട് ഓടാം. കാരണം വെച്ചാൽ നിലവിൽ അതിൻ്റെ ഉള്ളിൽ ഡാമേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ഇല്ലാതെ ആ രീതിയിൽ തന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കാം, വേറെ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമുക്ക് പുറമേ നിന്നും അറിയാൻ യാതൊരു മാർഗ്ഗമില്ല. അത് അഴിച്ച് സെറ്റ് ചെയ്താലാണ് നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ക്രാങ്ക് എന്ന് പറയുന്ന ഈ ക്രാങ്ക് ഷാഫ്റ്റുണ്ട്, ഇത് അഴിച്ചിട്ട് അതിൻ്റെ സൈഡിൽ വന്ന ബെയറിങ്ങുകളും കണക്ടറോടും മാറ്റി സെറ്റ് ചെയ്തെടുക്കാൻ കിട്ടും. ലേറ്റി കൊടുത്താൽ സെറ്റ് ചെയ്ത് തരും. അത് ഓൾറെഡി ഗ്യാരണ്ടിയിൽ തന്നെ ചെയ്തു തരും. അതിന് ശേഷം സിലിണ്ടർ മാറ്റുകയോ ബോർ ചെയ്യുകയോ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ മാറ്റി സെറ്റ് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മാറ്റി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് മറ്റേപാട് ചെയ്യുമ്പോൾ ഒരു 2000 രൂപയ്ക്കാണ് നമുക്കൊരു സേവ് ചെയ്യാൻ പറ്റുള്ളൂ. 2000 രൂപയുടെ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയത്തെ ലേബർ ചാർജ് തുടങ്ങി ബാക്കിയത്തെ പാർട്സുകളുടെയൊക്കെ ചിലവ് സെയിം തന്നെ വരുള്ളൂ. നമുക്ക് ആ കൂടി പൈസ സേവ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ സിലിണ്ടർ ബോറുമായി ബന്ധപ്പെട്ട് സിലിണ്ടർ ബോർ ചെയ്യുമ്പോൾ ഇതിന് പുതിയതിന് വരുമ്പോൾ ഏകദേശം ഒരു 3000 രൂപ അടുത്ത് വരും. ബോർ ചെയ്യുമ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 1600 രൂപ ആണ് നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് ചിലവ് വരാം. അപ്പോൾ അതാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ഈ പറഞ്ഞ രീതിയിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പണത്തെ ഫുള്ള് നമുക്ക് പേയ്മെൻറ്റ് വീണ്ടും നമുക്ക് നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒന്നുപോലെ നമുക്ക് നിലവിൽ ഈ കംപ്ലയിൻറ്റ് ഇതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് സിലിണ്ടർ മാത്രം ബോർ ചെയ്ത് സിലിണ്ടർ മാറ്റണമെന്ന് വെച്ചാൽ നമുക്ക് ഈ വാൽവും കൂടി ക്ലിയർ ചെയ്യേണ്ടി വരും. കാരണം ഇത് വാൽവ് സെറ്റാണ്. വാൽവും കൂടി ക്ലിയർ ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും ഭാഗം മാത്രം മാറ്റിയിട്ട് ഇപ്പം നിലവിലുള്ള കംപ്ലയിൻറ്റ് പരിഹരിച്ചിട്ട് വേണമെങ്കിൽ വണ്ടി ഓടിക്കാം. അതല്ലെങ്കിൽ ഫുള്ളായിട്ട് അഴിച്ച് അതിൻ്റെ കംപ്ലയിൻറ്റ് നാളെ ഒരിക്കൽ കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിൽ ഗ്യാരണ്ടിയിൽ നമുക്ക് വർക്ക് ചെയ്ത് വണ്ടി വേണമെങ്കിൽ ഇറക്കാം. അപ്പോൾ രണ്ടിൻ്റേതായിട്ടുള്ള ചിലവുകളാണ് വരാം. ബോർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കിപ്പോൾ ഇത്രയും ഭാഗം ചെയ്യണുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള എമൗണ്ട് വരുള്ളൂ. ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ അതിനും അതിൻ്റേതായിട്ടുള്ള എമൗണ്ട് വരും. അപ്പോൾ ഞാൻ 2 രീതിയിലുള്ള എസ്റ്റിമേറ്റും പറയാം. ഇപ്പം നിലവിലുള്ള കംപ്ലയിൻറ്റ് പരിഹരിക്കാനുള്ള ആ തുക ഏകദേശം എത്ര രൂപ വരുമെന്നും നിലവിൽ എൻജിൻ സംബന്ധമായിട്ടുള്ള ഫുൾ വർക്ക് ഗ്യാരണ്ടിയിൽ ചെയ്യുമ്പോൾ എത്ര വരും എന്നുള്ളത് ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറയാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അഴിക്കുമ്പോൾ ബാക്കിയത്തെ 1-2 കംപ്ലയിൻറ്റ്സ് കൂടി നമ്മൾ അതിനകത്ത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഒന്ന്, നമുക്ക് ഈ ക്ലച്ചിനകത്ത് ഇതിൻ്റെ ക്ലച്ച് എന്ന് പറയുമ്പോൾ ഡ്രൈ ടൈപ്പ് വരാം, CVT ക്ലച്ച് വരാം. ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നും നിലവിലുണ്ടാവില്ല. അപ്പോൾ നമ്മളത് അഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി റോളർ സെറ്റൊക്കെ വന്ന ഈ അലുമിനിയം ബോഡി അതിൻ്റെ ബോസ് ഡ്രൈവ് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഇത്രയും തേയ്മാനം ഉണ്ട് കണ്ടോ. അതുകൊണ്ട് തന്നെ ഒരു മുഴക്ക സൗണ്ട് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് കാണിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ബെയറിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നത് വെച്ചാൽ വീല് വണ്ടി നമ്മൾ തള്ളണ സമയത്തൊക്കെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഒരച്ചിൽ സൗണ്ട് പോലെ വരും. അത് ഈ ബെയറിങ്ങിൻ്റെയാണ്. ഇതിപ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ലെങ്കിൽ പോലും ഈ യൂണിറ്റ് മാറ്റി കളയണതായിരിക്കും സേഫ്. കാരണം ഇതിൻ്റെ കംപ്ലയിൻസ്
ഇപ്പം എത്ര ഉണ്ടെങ്കിൽ ഇനി ഡെവലപ്പ് ആവാൻ പെട്ടെന്നായിരിക്കും ബാക്കിയത്തെ പ്രോബ്ലംസിലേക്ക് എത്താം. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും അത്യാവശ്യം സെൻട്രൽ പോർഷനൊക്കെ നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ പൊട്ടൊക്കെ വീണിരിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ അടുത്ത് നിന്ന് പറയാം. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററിൻ്റെയൊക്കെ കണ്ടീഷൻ ഉണ്ട്. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കായി പോയേക്കാണ്, പൊടി കയറിയിട്ട് ഫുള്ള് ബ്ലോക്കാണ്. കാർബറേറ്റർ യൂണിറ്റും എൻ്റെ മൗത്തൊക്കെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം കരി കയറിയിട്ട് നല്ല ബ്ലോക്ക്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും ഈ കാർബറേറ്ററും കൂടി കൂട്ടത്തിൽ ചെയ്യണം. കാരണം അതുമായി ബന്ധപ്പെട്ട് വന്ന, അതായത് നമുക്ക് എയർ ഫിൽറ്ററിൽ നിന്ന് കാർബറേറ്റർ വഴി ഹെഡിൽ പോയിട്ടാണ് ഫയറിങ് നടക്കുക. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ഇപ്പോൾ ഏത് രീതിയിൽ ചെയ്താലും നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് പറയാം. ഞാൻ 2 രീതിയിലുള്ള എസ്റ്റിമേറ്റ് പറയാം. ഇപ്പം നിലവിൽ നമുക്ക് ഈ ഉള്ള പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതിന് എത്ര രൂപ കോസ്റ്റ് വരും എന്നുള്ള ദിവസം പറയാം. ഓൾറെഡി ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ ഗ്യാരണ്ടിയിൽ നാളെ ഈ ഐറ്റം ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം സെറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര രൂപ വരും എന്നുള്ളതൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ പറയാം. അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയൊന്ന് എൻ്റെ ഒന്ന് റിപ്ലൈ ഇടാം. അതേപോലെ ഈ ബെൽറ്റിൻ്റെ കേസും ഈ വേരിയറ്റ് ബോഡിയുടെ കേസും നോക്കിയിട്ടൊന്ന് പറയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്യണോ, അതല്ലെങ്കിൽ ക്ലച്ച് സൈഡിലാണ്, നമുക്ക് പിന്നീടായാലും സൈഡിൽ നിന്ന് അഴിച്ച് മാറ്റാവുന്നതുള്ളൂ. കൂട്ടത്തിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ നാളെ ഒരിക്കൽ ലേബർ ചാർജ് നമുക്ക് വരില്ല. അതല്ലെങ്കിൽ നമ്മളത് ചെയ്യാനായിട്ട് വീണ്ടും കഴിക്കുമ്പോൾ ഏകദേശം ഒരു 10-500 നമുക്ക് അതിൻ്റെ ചിലവ് വീണ്ടും വരും. ഇപ്പോൾ കൂട്ടത്തിലാണെങ്കിൽ 6 ലേബറിലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പോകും. അപ്പോൾ ആലോചിച്ചിട്ട് പറയാൻ തരും. ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. തൽക്കാലം ബെൽറ്റിൻ്റെയും ഇതിൻ്റെയും നിലവിൽ കൂട്ടുന്നില്ല കേട്ടോ, ഈ എസ്റ്റിമേറ്റിൽ പറയുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് ഒരു അഡീഷണൽ ആയിട്ട് പറയാം. നിലവിൽ ഈ ഉള്ള കംപ്ലയിൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇടാം. നിലവിലുള്ള കംപ്ലയിൻറ്റിൻ്റെയും ഫുള്ളായിട്ട് ചെയ്യുന്ന വർക്കിൻ്റെയും ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം.